ടെക്നോളജി ഇത്ര നോളജ് ഉള്ളത് മമ്മൂക്കാണ് ഓരോരോ കാര്യങ്ങളിലും ചോദിക്കാൻ. ലാലേട്ടനക്ക് ടെക്നോളജി അറിയാം, പക്ഷെ അത് ഒന്നും വെളിയിൽ കാണിക്കത്തില്ല. കട്ട് പറഞ്ഞാലും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യും. കാരണം ദ എൻഡ് ഓഫ് ദ കട്ടിങ് ഹി വിൽ ക്യാച്ച് സം പെർഫോമൻസ്. കളറിങ് സെക്ഷൻ വരുമ്പോൾ അത് DOPക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റ്. ഒരുപാട് ഷോർട്സ് ഉണ്ടെങ്കിൽ ടൈം എടുക്കും. അപ്പം നമുക്ക് ആ ഒരു വലിയൊരു പ്രോസസ്സിൽ കൂടെ പോയൊരു ഫിലിമാണ് ചോട്ടാമുമ്പിൽ. ഒരുപാട് ഷോർട്സുകൾ, നമ്പർ ഓഫ് ഷോർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോങ്ങിനാണേലും ഫൈറ്റിനാണേലും എല്ലാത്തിനും ടോട്ടലി അതിൻ്റെ നരേറ്റീവ് സ്ട്രക്ചർ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു അത്രയും ഷോർട്സുകൾ വരാൻ കാരണം. ജഗതി ചേട്ട അഴിഞ്ഞാട്ടമെന്ന് പറയില്ലേ, അപ്പം പറഞ്ഞാൽ അനിയ ക്യാമറ പിടിച്ചോളോ, ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാടും. ഇനി ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിംഗിലേക്ക് വരാം. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു ഫയർ ബ്രാൻഡ് എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രൂപമായിരിക്കും നമ്മൾ ഈ പടത്തിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന് ലൈവായിട്ട് കണ്ടപ്പോഴും? സാർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ സെറ്റ് ആ ഒരു ടൈമിൽ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ലൈവായിട്ട് അത് കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്, ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? എല്ലാ ആക്ടേഴ്സ് കൂടെയും കേരളത്തിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സ് കൂടെയും കംഫർട്ടബിളാണ്. പക്ഷെ ടെക്നോളജി ഇത്ര നോളജ് ഉള്ളത് മമ്മൂക്കാണ് ഓരോരോ കാര്യങ്ങളിലും ചോദിക്കാൻ. ലാലേട്ടനക്ക് ടെക്നോളജി അറിയാം, പക്ഷെ അത് ഒന്നും വെളിയിൽ കാണിക്കത്തില്ല. സിനിമോട്ടോഗ്രാഫർ എന്ത് വിചാരിക്കുന്നോ, ഡയറക്ടർ എന്ത് ആവശ്യപ്പെടുന്നോ അതാണ് പുള്ളി ചെയ്യും. അല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ചെവിയിൽ വന്ന് പറയുന്നത്. ചന്ദ്രോത്സവം ഞാൻ വർക്ക് ചെയ്ത നേരത്തെ ഉള്ള പടം ചന്ദ്രോത്സവം, അതിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ തന്നെ മനസ്സിലായി ഐ ക്യാൻ ഡു എനിത്തിങ് വിത്ത് ഹിം ഒരു മനസ്സിലെ ഒരു ഇത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറേ പടങ്ങൾ വർക്ക് ചെയ്ത് എല്ലാത്തിലും ഭയങ്കര ഫോട്ടോഗ്രാഫർ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത ഹീറോ പുള്ളിന്ന് തോന്നുന്നത്. ഫോട്ടോഗ്രാഫർ, രസതന്ത്രം, ചൈന ടൗൺ ആൻഡ് പിന്നെ കുറേ പടങ്ങളുണ്ട് ഇങ്ങനെ. അപ്പോൾ ആ ഫിലിംസിൽ ഈ ചോട്ടമൂവി മാത്രം വേറൊരു ഫിലിമാണ്, വേറൊരു സ്റ്റൈൽ ഓഫ് പുള്ളിയുടെ ആക്ഷൻ ആണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ കാൻഡിഡ് ക്യാമറ, ഇപ്പം ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് ക്യാമറ അലർട്ട്നെസ് എന്ന് പറയും, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയും, അത് ഞാൻ വെച്ചുകൊണ്ടേയിരിക്കും. പ്രസൻസ് ഓഫ് മൈൻഡ് ഇൻ ക്യാമറ. ലാലേട്ടൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല, ആ സമയത്തിൽ ഒരു സംഭവം ഇതിടാം. അപ്പം കട്ട് പറഞ്ഞാലും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യും. കാരണം ദ എൻഡ് ഓഫ് ദ കട്ടിങ് ഹി വിൽ ക്യാച്ച് സം പെർഫോമൻസ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ മോസ്റ്റ് കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ മണിയുടെ കൂടെ ആൾറെഡി കരുമാടിക്കുട്ടൻ, വാസിന്ദ ലക്ഷ്മി അങ്ങനെയൊക്കെ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ആക്ടേഴ്സും, ഇന്ദ്രജിത്താണ് മെയ് 2-ലും. സോ ഇവരെല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. ഈ ആക്ടേഴ്സ് ഡീൽ ചെയ്യാൻ ഭയങ്കര ഭാവനയാണെങ്കിലും കുറേ ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഇപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഓരോരോ ആക്ടറിൻ്റെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. രാജൻ ബി ദേവി ചേട്ടനാണെങ്കിൽ ശരി, മണിയമ്പിള്ള രാജു ചേട്ടനാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ ബിഹേവ് ചെയ്യുന്നത്. വിനായകൻ അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തുടക്കകാലമാണ്. ഈ ലാലേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന സിദ്ദിഖ്, അത് വേറൊരു ഒരിക്കലും സിദ്ദിഖ് വില്ലനെ കണ്ട ആളുകൾ ഇങ്ങനെ ഒരു സിദ്ദിഖ് നമ്മൾ. പിന്നെ ജഗതി ചേട്ട അഴിഞ്ഞാട്ടം എന്ന് പറയില്ലേ, അപ്പം പറഞ്ഞാൽ അനിയ ക്യാമറ പിടിച്ചോളോ, ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാടും എന്നൊക്കെ പറയും. സോ ക്യാമറയിലിരിക്കുമ്പോൾ അലർട്ടായിരിക്കണം. കാരണം ഫ്രീക്ക് ഔട്ടായിട്ട് ചെയ്തത് ഒരു കാൻഡിഡ് ക്യാമറ പോലെയാണ് അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റിയത്. അപ്പം ഈ ആക്ടേഴ്സ് കൂടെ എല്ലാം ഇത്ര ഒരു റാപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലൈമാക്സ് നമ്മൾ ലാസ്റ്റ് 10 days നോൺ സ്റ്റോപ്പ് ഷൂട്ടിംഗ് ആയിരുന്നു. റൂമിലേക്ക് വരുമ്പോൾ 2 മണിക്ക് പാക്കപ്പ് ആയിട്ട് റൂമിൽ വരുമ്പോൾ 3:30 മണിയാവും. കുളിക്കുമ്പോൾ എല്ലാം ചെയ്തിട്ട് 4 മണിയാവും. കിടക്കുമ്പോൾ 4:10, ചിലപ്പോൾ 5 മണിയാവും. 6 മണിക്ക് 6:15 വന്നിട്ട് വിളിക്കും ചായ റെഡിന്ന്. എന്നിട്ട് വീണ്ടും ഒരു കുളിച്ചിട്ട് 6:15 കഴിഞ്ഞിട്ട് 6:30 മണിക്ക് താഴെ വണ്ടി ഉണ്ടാവും, അൻവർ റഷീദ് റെഡി ഉണ്ടാവും, എല്ലാവരും ഞങ്ങൾ പോകും. പക്ഷെ ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു പലതും മറന്നു പോയിട്ടില്ല. ഞങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് എങ്ങനെ ഇത് സീൻസ് മാത്രം ഓർമ്മയുണ്ട്. ഈ സീനെടുത്ത്, ആ സീനെടുത്ത്, ഈ സീനെടുത്ത്. വീട്ടിലേക്ക് 10 ദിവസം വിളിച്ചിട്ടുണ്ടോ ഫോണിൽ, അങ്ങനെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. സോ നോൺ സ്റ്റോപ്പ് ഷൂട്ടിംഗ് ആയിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ്. പിന്നെ അത് വലിയ സ്റ്റേഡിയത്തിലാണ്, അൺകൺട്രോൾഡ് ക്രൗഡാണ്. പിന്നെ ലൈറ്റ്സ് ഇന്നത്തെ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്സ് ഒന്നും ഇല്ല. ഒരു HMI എന്ന് പറയുന്ന ഒരു 3 ലൈറ്റും ഒരു പാർ ലൈറ്റും വെച്ചിട്ടാണ് ആ പടം ചെയ്തത്. അതിപ്പോൾ എനിക്ക് ധൈര്യമില്ല അത് ഇങ്ങനെ ഒരു പടം ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന്. അന്നുണ്ടായ ഒരുമിച്ച് ഒരു ടീം വർക്കും ഹോസ്പിറ്റൽ. എൻ്റെ ലൈറ്റ് ബോയ്സ് ഉറങ്ങിയിട്ടില്ല, എൻ്റെ ലൈറ്റിംഗ് അസിസ്റ്റൻസ് ഉറങ്ങിയിട്ടില്ല, ക്യാമറ അസിസ്റ്റൻസ് ഉറങ്ങിയിട്ടില്ല. സോ എല്ലാവരും ഒരേ മോട്ടിവേഷൻ, ഈ പടം ഡിഫറെൻ്റ് ആക്കണം.
ദാറ്റ് ഡൺ. ഓക്കെ, സാറിന് എങ്ങനെയായിരുന്നു അവർ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ കട്ട്സ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ സാറിന് ആ വിഷ്വൽസ് കാണുമ്പോൾ ഒരു ഫീൽ എന്താണ്? അല്ലെങ്കിൽ ലാലേട്ടനായിട്ട് മുന്നേ വേറെ ഏതെങ്കിലും പടത്തിൽ ചെയ്തിട്ടുണ്ടോ ലാലേട്ടൻ്റെ പടം? ഉണ്ട്. എങ്ങനെയാണ് സാറിന് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡിനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പുള്ളിയുടെ കട്ട്സ് നമ്മൾ ഷോർട്സ് യൂസ് ചെയ്യുമ്പോൾ സാറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? ഇപ്പം അതെ, ലാൽ സാറിൻ്റെ പ്രത്യേകിച്ച് ചോട്ടാ മുംബൈ പോലത്തെ ഒരു ഫിലിമിൽ എന്താ പറയുന്ന ഒരു ലാൽ സാറ് എൻ്റെ ഒരു എന്താ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം. അതിനകത്ത് അത് ട്രിം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ചലഞ്ചിങ് ജോബായിരുന്നു. അത് ഏത് കളയണം എന്നുള്ളതാണ്. നമുക്കിപ്പം ചിലപ്പോൾ എന്താണ് അതിൽ എന്താ പറയുക, എന്താ കളഞ്ഞെന്ന് പോലും ഇപ്പം ആക്ച്വലി എനിക്ക് അല്ല ഒന്നും ഇല്ല, നമ്മളെല്ലാം പാക്ഡ് ആണ് അത്. അപ്പം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ഇപ്പം അതിനകത്ത് ആ വീട്ടിൽ നിന്ന് സജൻ അടിച്ച് ഇറക്കുന്ന സീനുണ്ട്. അതിനകത്തൊക്കെ എനിക്കൊന്ന് ഷോട്ടൊക്കെ നമ്മൾ കട്ട് പോലും ചെയ്തിട്ടില്ല, ലെങ്തി ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനൊരു റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ സാറിന്റെ ലെങ്തി ഷോട്ട്സ് സാറിന്റെ അത് അത്രയും അത് സാറിനെ കുറിച്ച് ഇപ്പം അറിയാമല്ലോ. ഞാനായിട്ട് പറയണ്ട എഡിറ്റിംഗിൽ ടേബിൾ വന്നപ്പോൾ ഞാൻ എഡിറ്ററെ വിളിക്കും, ഫോക്കസ് ഒക്കെ ഉണ്ടോ, ഫോക്കസ് കാരണം ഉറക്കത്തിൽ ചെയ്ത പടമല്ലേ. അപ്പൊ ഇദ്ദേഹം പറയും കുഴപ്പമില്ല, ഷാർപ്പാന്ന് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ധൈര്യം വരുന്നത്. അപ്പൊ എഡിറ്ററുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന പടത്തിന് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഉള്ളതാണോ, എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് ആ സ്ക്രിപ്റ്റ് ഇംപ്രവൈസേഷൻ, സ്പാട്ട് ഇംപ്രവൈസേഷൻ ഒരുപാട് ഉണ്ടായിരുന്നു. അത് ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ അത് അതേപോലെ ക്യാരക്ടേഴ്സ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷോട്ട് ഞങ്ങനെ പാൻ ചെയ്തിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലെ പാൻ ചെയ്യുമ്പോൾ ഒരാൾ വന്ന് എന്റെ ക്യാമറ തട്ടി ഇവിടെ പാൻ ചെയ്തിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അയാൾ ആ ഏരിയയുടെ ദാദാ റിയലാണ്, ഇറ്റ്സ് നടന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? അന്ന് പോലീസ് പെർമിഷനെക്കാട്ടിലും അവിടുത്തെ ലോക്കൽ ദാദാസിന്റെ പെർമിഷൻ വേണമായിരുന്നു. അപ്പൊ അതില് നമ്മുടെ ലൊക്കേഷനെ നിയന്ത്രിച്ച ഒരു ഗ്യാങ്ങാണ്. അവരാണ് വന്നിട്ട് ലൊക്കേഷനിൽ ഇവിടെ ഷൂട്ട് ചെയ്തു, അവിടെ ഷൂട്ട് ചെയ്തു. അപ്പൊ ഞാൻ മറ്റേ ലീഡറിന്റെ പോയി പറഞ്ഞു, ചേട്ടാ എന്ത് പറ്റി, ഇവിടെ പാൻ ചെയ്യാൻ പാടില്ല, ക്യാമറ പാൻ ചെയ്യാൻ. ഞാൻ പോകുന്നില്ല, ഇവിടെ ഇരുന്നിട്ട് ക്യാമറ, അത് അവരുടെ സ്ട്രീറ്റാ, കാണിക്കേണ്ട ചേട്ടാന്ന്. സോ അങ്ങനെയൊക്കെ. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഈ ചോട്ടാ മുംബൈയിൽ വന്ന ക്യാരക്ടേഴ്സൊക്കെ അവിടെയും ലിവിങ് ക്യാരക്ടേഴ്സ് കുറച്ച് ഹ്യൂമറസ് പോലെ, നമുക്ക് ഹ്യൂമറസ് ആയിരുന്നു, ബട്ട് ദേ ആർ സീരിയസ്. അപ്പം അതുപോലെ ക്യാരക്ടേഴ്സ് അങ്ങനെ. പിന്നെ അത് ലാൽ സാറും ബാക്കിയുള്ളവരും ബെന്നി നായരമ്പലവും ഇവരൊക്കെ സ്പോട്ടിലെ ഇംപ്രവൈസേഷൻ ആക്ടിങ്. ബേസിക് സ്ക്രിപ്റ്റ് ആ കഥ ഉണ്ടായിരുന്നു. അത് അൻവറും ഇവരും അവിടെ കൊച്ചി ബേസ്ഡ് ആയതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഈ ക്യാരക്ടേഴ്സ് അറിയാം. ഓക്കെ, ഇനി കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു ലെജൻഡ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സാർ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും തോന്നിയെന്ന് പറഞ്ഞാൽ കരുമാടിക്കുട്ടനിലാണെന്ന് തോന്നുന്നു. അതും ചെയ്തിട്ടുണ്ട്. കരുമാടിക്കുട്ടനിൽ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഈ ചവിട്ടി താഴ്ത്തുന്ന ഒരു സീനുണ്ടല്ലോ, അത് സാർ എവിടെയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറിന് ഒരു പേടിയായി പോയി എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പറയാമോ, സാറിന് മണിച്ചേട്ടനെ പറ്റിയിട്ടുള്ളൊരു? ഞാൻ വാസന്തി ലക്ഷ്മിയിലാണ് മണിയോട് വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് ടെലിവിഷൻ വർക്കുകളൊക്കെ ഒന്ന് രണ്ട് കണ്ടിട്ടുണ്ട്. സോ വാസന്തി ലക്ഷ്മിയിൽ ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഈ ഇങ്ങനെ ഒരു കണ്ണ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് കുറേ മണിക്കൂർ നിൽക്കാൻ പറ്റും ക്യാമറയുടെ മുമ്പ്. സോ ഞാൻ പറഞ്ഞു കോണ്ടാക്ട് ലെൻസ് ഇടാം, അല്ലെങ്കിൽ ഇത് ഒരു ഫുൾ ലുക്ക് കൊടുക്കാതെ അങ്ങോട്ടും കണ്ണടച്ചിട്ടുള്ള ഇത് ചെയ്യാം, അല്ലെങ്കിൽ കണ്ണ് ഫുള്ളായിട്ട് തുറന്നു വയ്ക്കാം. പക്ഷെ കണ്ണ് ഇത് കംപ്ലീറ്റ് മേളിലെ കയറ്റി വയ്ക്കുന്നത് നടക്കാത്ത സംഭവം. അപ്പം ജയപിള്ളശ്ശേരി പറഞ്ഞു, സ്ക്രിപ്റ്റ് റൈറ്റർ, അടുപ്പം വന്നിട്ട് കൊച്ചി വരെ വാ വന്നിട്ട് കാണുന്നു. അങ്ങനെ മണി വന്നു റൂമില്. മണി പിന്നെ എൻ്റെ അടുത്ത് എത്ര സംസാരിക്കുന്നു, ആ ഒരു 30-40 മിനിറ്റ് ആയിക്കിട്ട് കണ്ണ് താഴെ വരുന്നില്ല. ഞാൻ പേടിക്കാൻ തുടങ്ങി. മണി യു ജസ്റ്റ് ലുക്ക് നോർമൽ എന്ന് പറയാൻ തുടങ്ങി. എന്ത് ചേട്ടാ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നെന്ന്. ഇങ്ങനെ കണ്ണ് ഇത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് അത്ഭുതമായിട്ട് തോന്നി എനിക്ക്. സോ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ആ പടം കഴിഞ്ഞിട്ട് അടുത്ത പടമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നത് കരുമാടിക്കുട്ടൻ. അപ്പോൾ കരുമാടിക്കുട്ടനെയും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ആ ക്യാരക്ടർ ചേഞ്ച് പുള്ളി കൊണ്ടുവന്നു. അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളി വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം, ചേട്ടാ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ സിനിമാറ്റോഗ്രാഫർ എല്ലാ ആക്ടേഴ്സും ഒന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട്, മോണിറ്ററിന് സംഭവം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ എങ്ങനെയാണ് നന്നായിരുന്നു, അത് കുറച്ച് ഇത് വേണമെങ്കിൽ ആവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പിന്നെ എൻ്റെ പോയി ചോദിക്കും, ഒരു ഷോട്ട് കൂടെ എടുത്താലോ അങ്ങനെ. അപ്പോൾ യു വാസ് വെരി കോപ്പറേറ്റീവ് ഡയറക്ടർ. അപ്പം പുള്ളിയും ഓക്കെ പറഞ്ഞു, ക്വാളിറ്റിക്ക് വേണ്ടി ഇല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിലൊരു ഈഗോ ഇല്ല. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈറ്റ് സീക്വൻസ് ഒന്നാണ് ചെളിയിലാണ് ഫൈറ്റ് എന്ന് പറഞ്ഞു.
അപ്പോൾ ആ ഫൈറ്റ് ഞാൻ റെഫറൻസ് കുറേ എടുത്ത് ഫൈറ്റ് എങ്ങനെയാണ് ചെടിയിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ മുതൽവൻ എന്നൊരു ഫിലിമിലുണ്ടായിരുന്നു ആ സമയത്തിൽ. അപ്പോൾ അവൾ അർജുൻ സാറിന്റെ മൂവി. അർജുൻ. അപ്പോൾ ആ പടം ഫൈറ്റ് സീക്വൻസ് ചെടിയിലാണ്. പക്ഷെ അവർ വന്ന് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ്. നമുക്ക് അത്ര സൊഫിസ്റ്റിക്കേഷൻ ചെയ്യണമെങ്കിൽ വെരി ബിഗ് ബഡ്ജറ്റിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ തന്നെ വന്ന് ചെയ്ത് കണൽ കണ്ണൻ എന്ന് പറയുന്ന അന്നത്തെ ടോപ്പിലിരുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ പുള്ളി വന്നു എല്ലാം ചെയ്തു. അപ്പോൾ ചെടിയിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം അപ്പോൾ ക്യാമറ വെളിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാമറ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല, എനിക്ക് കുറച്ചുകൂടെ റിയൽ ഷോട്ട്സുകൾ വേണം, ഞാൻ ഉള്ളിൽ പോകാൻ പറഞ്ഞു. ഞാനും ചെടിയിൽ ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ അസിസ്റ്റൻ്റ് ഇത്രയ്ക്ക് ചെടി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു കാലെടുത്ത് അടുത്ത കാൽ വയ്ക്കാൻ തന്നെ ടൈം എടുക്കും, ക്യാമറ എടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ. എന്നാലും സ്ട്രെയിൻ ഞങ്ങൾ ഫീൽ ചെയ്തില്ല. എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റിലെ ക്ലൈമാക്സിൽ ചവിട്ടുന്ന ഒരു സംഭവമുണ്ട്, പുള്ളിയെ വന്ന് ചവിട്ടുന്നത്. അപ്പം അത് കുറച്ച് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു അത് എടുക്കാനും. അപ്പോൾ മാസ്റ്റർ എന്ന് പറയുന്ന ആൾ പറഞ്ഞ ഇത് ഓക്കെ റെഡി എന്ന് പറഞ്ഞ് ടേക്ക് പറയുമ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു ഇൻഡ്യൂഷൻ പോലെ എപ്പം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോർമലായി വരുന്നതാണ്. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല ക്ലോസ് ലെൻസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് ചവിട്ടുന്ന ആൾ ചവിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഇയാൾ താഴ്ന്നു പോകുന്ന റിയലിസ്റ്റിക് ഭയങ്കര റിയലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം മണിയുടെ കൈയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ് ഗോയിങ്, പുള്ളിക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. ഇത് റിലീവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്ട്രഗ്ലിങ് പുള്ളിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഈ ചവിട്ടുന്ന ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക റിയലിസ്റ്റിക് കിട്ടാൻ വേണ്ടി. അങ്ങനെ പുള്ളി ഫുള്ള പോയിട്ട് അതിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ ക്യാമറ വിട്ടിട്ട് ഒറ്റ ഓട്ടം ഓടിപ്പോയി. അങ്ങനെ എനിക്ക് തോന്നി ഐ പുഷ്ട് അത് വില്ലൻ ക്യാരക്ടർ ചെയ്ത ആളെ പുഷ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്താ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അപ്പോൾ ക്യാമറ ഞാൻ പുള്ളിയുടെ കണ്ണൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന ഒരു പേടിയായി. അപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി, എന്താ സാർ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ മണി പറഞ്ഞ ആ റീല് നന്നായിട്ട് കിട്ടിയില്ലേ സാറേ, കൂടുതൽ എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ മണ്ടത്തനം ചെയ്തത്, റിയലിസ്റ്റിക്കാ ചെയ്യണം, സിനിമയിലെ റിയലിസ്റ്റിക് മസ്റ്റാണ്, ഇങ്ങനെയാണ് റിസ്ക് എടുക്കുന്നത്, ഐ ഡോണ്ട് അലവ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര എല്ലാവരും എന്നെ പിന്നെ പലരും അപ്രിസിയേഷൻ ചെയ്തു. പക്ഷെ മണി വാസ് അപ്സെറ്റ്, അത് കുറച്ചുകൂടെ കിട്ടിയിരുന്ന കൊള്ളാന്ന്. പക്ഷെ ഒരു സെക്കൻഡിൽ എന്തും സംഭവിക്കുമായിരുന്നു, അങ്ങനെ ഒരു റിസ്ക് ഷോട്ടായിരുന്നു. ഓക്കെ സാർ, ഇനി സാറിൻ്റെ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഷാജി കൈലാസ് എന്ന് പറയുന്ന സാറിനോട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈഗർ, ചിന്താമണി കൊലക്കേസ്. അപ്പോൾ ഞാനാണെങ്കിലും കുഞ്ഞിലെ ഒത്തിരി എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പടമാണ് ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സാറിനെ ഡിഫറെൻ്റ്ലി കണ്ടിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ എനിക്കറിയില്ല അന്നത്തെ എൻ്റെ ഒരു കുഞ്ഞാലത്ത് സാറാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടം വരുമ്പോഴത്തേനും പണ്ടത്തെ പോലെ അല്ല. അതായത് ഈ ഒരു പടം ചെയ്യുമ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും ആരൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ എഡിറ്റിംഗ് ആവട്ടെ, സിനിമാറ്റോഗ്രാഫിങ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ. മറ്റേ പഴയ കാലഘട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നുണ്ടായിരിക്കും ആർട്ടിസ്റ്റ് ആരാണ്, ഡയറക്ടർ ആരാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. ആൾക്കാർ ലൈക്ക് എല്ലാം അവർക്ക് അറിയണം, ഇതിൽ ഓരോ പോർഷൻ ആരാണ് ചെയ്തത്, ഇന്ന ആളല്ലേ ചെയ്തത്, അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു ഇത് വരുന്നത്, അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടും അതേപോലെ ഷാജി കൈലാസ് എന്ന് പറയുന്ന സാറിൻ്റെ കൂടെയുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയാമോ? ഷാജി സാർ ആക്ച്വലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറാണ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത് നമുക്കൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഈ പറഞ്ഞ ക്യാമറ ഓപ്പറേഷൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഷോട്ടിൻ്റെ ഒരു പേസിങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീൻ എങ്ങനെ ചെയ്യണം, അതെല്ലാം നമുക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കത് അത്രയും പഠിക്കാൻ പറ്റിയത്. ലാൽ സാറിൻ്റെ കൂടെ തന്നെ ഞാൻ ലാൽ സാറും ഷാജി സാറിൻ്റെയും കോമ്പിനേഷനിൽ കുറേ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു എഡിറ്റിൽ സൗണ്ട് എത്ര ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ അതിൻ്റെ ഒരു ഒരു ക്യാമറയുടെ ഒരു എന്താ പറയുക ആംഗിൾസ് എങ്ങനെ സ്വിച്ച് ചെയ്യുന്നു, ഇത് ഇപ്പോൾ ക്ലോസപ്പ് ഷോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഫിലിമാണ് കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞ ഫിലിം ഒക്കെ നമ്മൾ ഭയങ്കര തിയേറ്ററിൽ പോയി അത്രയും ഇതായിട്ട് ഒരു സാറിൻ്റെ ഫാൻ ബോയ് ആണ് നമ്മൾ ആ ടൈമിൽ. അപ്പോൾ സാറിൻ്റെ ഒരു ഫിലിം വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, നമുക്ക് ആകെയുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് ടി വി ആണ്, ന്യൂസ് പേപ്പേഴ്സാണ്. തിയേറ്ററിൽ പക്ഷെ വന്നു, അതിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടാകുന്നു, പിന്നെ മാഗസിൻസിൽ വരുന്നു, ഇതൊക്കെയായിരുന്നു നമുക്കുള്ള ഫീഡ്ബാക്ക്. പിന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പം നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു കൾട്ട് ഫിലിം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ചോട്ടാ മുംബൈയും ഒരു കൾട്ട് ഫിലിമായിട്ട് ഈ ആഫ്റ്റർ 18 years നമുക്ക് ഒന്നുകൂടെ കാണാൻ പറ്റി. അതിൻ്റെ ഒരു
സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഇപ്പം ഞങ്ങൾ ഇപ്പം അൻവറിനെയും രാജസാറിൻ്റെയും വീട്ടിൽ നിന്നാണ് വരുന്നത്, അവിടെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് ഇതുണ്ടായിരുന്നു. അന്നുണ്ടായ പല എക്സ്പീരിയൻസസും ഞങ്ങളൊരു 1 hour ഷെയർ ചെയ്തു. അതൊക്കെ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വർക്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണല്ലോ. അത് ഭയങ്കര ഇതായിരുന്നു. അതൊരു കൾട്ട് മൂവിയായിട്ട് ഇത് ഇനിയും തുടരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. ഇനി ഇതുപോലത്തെ ഒരുപാട് ഫിലിംസ് ഇപ്പം ഉണ്ടല്ലോ, റിലീസാകാൻ സാധ്യതയുള്ള എത്ര ഫിലിംസ് ഉണ്ട്. ഇതിൻ്റെ വിജയം അങ്ങനത്തെ ഫിലിംസുകളും ഇനിയും നമുക്ക് പുതിയ ജനറേഷന് കാണാൻ പറ്റട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഛോട്ടാ മുംബൈയിലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതിലെ വില്ലൻ എന്ന് പറയുന്നത് അല്ലേ. അത്രയും എന്താ പറയുക, ഡാർക്കായിട്ടാണ് മണിച്ചേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു റോൾ എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു അഭിനയമാണ്. സോ ആ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ലൈവായിട്ട് സാറ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടെ. അത് ഞാൻ നേരത്തെ മണിയുടെ പടങ്ങൾ പറഞ്ഞ വാസന്തി ലക്ഷ്മി ഇത് കഴിഞ്ഞിട്ട് പുള്ളി തെലുഗിലെയും തമിഴിലെയും ഫേമസ് ആക്ടറായിട്ട് മാറി, അവിടുത്തെ ഒരു നോൺ ആക്ടറായിട്ട് മാറി, പല വ്യത്യാസ കഥാപാത്രങ്ങൾ ചെയ്ത്. അപ്പം അതുവരെ എനിക്ക് മണി വില്ലൻ എന്നൊരു മനസ്സിലില്ല. കാരണം ഹ്യൂമർ, നമ്മൾ ലൊക്കേഷനിലും പാട്ട് പാടിക്കൊണ്ടിരിക്കും, എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യും, എല്ലാവരും ഷൂട്ടിങ് കഴിഞ്ഞാൽ കള്ള് ഇത് മധുരക്കള്ള് വാങ്ങിച്ചു കൊടുക്കുക, ഇത് തന്നെ പുള്ളിയുടെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ബോട്ടിൽ പോകുമ്പോൾ പാടുക, ഇങ്ങനെ മണിയെ കണ്ടിട്ട് ഈ കഥാപാത്രം പുള്ളിയാണ് വരുന്നതെന്ന് പറഞ്ഞു. നടേശൻ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം മണി വരുന്നുണ്ട്. അപ്പം മണി ഭയങ്കര ബിസി ആക്ടറാണ് അന്ന് അല്ലേ, ഒരുപാട് ഫിലിംസ്, വേറെ ടൈപ്പ് ഓഫ് ഫിലിം. അപ്പം മണി വരുമ്പോൾ പറഞ്ഞാൽ ശരി, മണി ഇത് നടേശൻ ഒരു ക്രൂവൽ ഫെല്ലോ ആയിട്ടുള്ള ഇത് ചെയ്യേണ്ടത് ചെയ്യുമോ മണി എന്നൊക്കെ ഒരു തോന്നൽ മാത്രമേ ഉണ്ടായി. അത് സാറ് പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ വർക്ക് ചെയ്ത ഫിലിം കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടെക്നീഷ്യൻ്റെ ഒരു 1% എങ്കിലും ഒരു അതെല്ലാം ഉണ്ടാവും ആ പടം കാണുമ്പോൾ. നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്താണ്. പക്ഷേ ഈ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മളൊരു ഒരു സാധാ ഒരു ഓഡിയനായിട്ട്, ഒരു ടെക്നീഷ്യൻ അല്ലാതെ സാധാ ഒരാളായിട്ടാണ് പോയി കണ്ടത്. അപ്പം അത് കണ്ടപ്പോൾ ഉണ്ടായ ഭയങ്കര എന്താ പറയുന്നത്, സാറ് പറഞ്ഞ പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇത്രയും ഇങ്ങനെ പിന്നെയും കാണാൻ പറ്റി. അല്ലെങ്കിൽ അത്രയും സട്ടിലായിട്ടുള്ള സാറ് പറഞ്ഞ ഓരോ മൊമെന്റ്സും, ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ആൾക്കാരുടെ മാസീവായിട്ടുള്ള റെസ്പോൺസ്, അത് പിന്നെ ഡാൻസ്, അതെല്ലാം ഒരു പുതുമയാണല്ലോ. ഇപ്പം പണ്ടൊരു ഫിലിം കാണുമ്പോൾ ഇങ്ങനെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി ഡാൻസ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. അപ്പം അതെല്ലാം കാണാൻ പറ്റി. അതിന്റെ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ സാർ, ഒത്തിരി കട്ട്സ് യൂസ് ചെയ്യുന്ന ഒരു എഡിറ്ററായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന നോർമലി ഉള്ള ഒരു പാറ്റേൺ കാണുന്നതിനേക്കാളും സാറിൻ്റെ മൂവിയിലുള്ള കട്ട്സ് എന്ന് പറയുന്നത് സാർ ഒത്തിരി ഷോർട്സ് യൂസ് ചെയ്യാറുണ്ട്. അതിലെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ? സാറിന് അതിനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ടോ? അങ്ങനെ അത്രയും കട്ട്സ് യൂസ് ചെയ്യുന്നതിനോടുള്ള സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? എനിക്ക് കൂടുതലും ഈ എന്താ പറയുന്നത്, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവീസ്, അതിൽ ലാഗ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മാക്സിമം നമ്മളിപ്പം ഞാൻ ആക്ച്വലി എനിക്ക് സിനിമാറ്റോഗ്രാഫി ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. കാരണം അതിനകത്തിപ്പം ഒരു ഷോട്ട് നല്ലതാണെങ്കിലും നമ്മൾ ചിലപ്പം അത് കട്ട് ചെയ്ത് കളയാൻ നമുക്ക് ചിലപ്പം മനസ്സിലാവും. അപ്പം അതിന് ചിലപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് ആ ഷോട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. എടുത്ത ഷോട്ട്സിനെ മാക്സിമം നമ്മൾ എഡിറ്റിൽ യൂസ് ചെയ്യുക, ആ ഫിലിമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു അജണ്ട. അപ്പം അതിനകത്ത് മാക്സിമം ഈ പറഞ്ഞ ചില ഒരു ഫ്രെയിം അല്ലെങ്കിൽ 2 ഫ്രെയിം ഉള്ളെങ്കിൽ പോലും അത് നല്ലതാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുക. അപ്പം അത് പടത്തിനും ബേസിങ് കിട്ടും, സെയിം ടൈം നമുക്ക് ഒരു എന്താ എടുത്ത എല്ലാം നമുക്ക് പടത്തിൽ ഉൾക്കൊള്ളിക്കാനും സാധിക്കും. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സാറ് ഈ പറഞ്ഞ പോലെ സാറ് ഭയങ്കര സൂപ്പർ സീനിയർ DOP ആണ്. സാറിൻ്റെ ഇപ്പം അന്ന് ആ ടൈമിൽ ചെയ്യുമ്പം ഈ നമുക്ക് ഈ നെഗറ്റീവ്സ് എല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് വേണം ചെന്നൈയിൽ നിന്ന് വരാനായിട്ട്. അപ്പം അന്നു ഇത് എഡിറ്റ് ചെയ്യുന്നു, ഇതിന്റെ കളർ കറക്ഷൻ, അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും ഷോർട്സുകൾ ഉപയോഗിക്കുമ്പം ഡിജിറ്റൽ ആണെങ്കിൽ നമുക്കിപ്പോൾ ഈസിയാണ്. അന്ന് ഇത് ഡിജിറ്റൽ അല്ല. അപ്പം അത് ലാബിൽ ഇത്ര ഫ്രെയിംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഈ കളറിങ് സെക്ഷൻ വരുമ്പോൾ അത് DOPക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റ്, ഒരുപാട് ഷോർട്സ് ഉണ്ടെങ്കിൽ ടൈം എടുക്കും. അപ്പം നമുക്ക് ആ ഒരു വലിയൊരു പ്രോസസ്സിൽ കൂടെ പോയ ഒരു ഫിലിമാണ് ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈയിൽ ഒരുപാട് ഷോർട്സുകൾ, നമ്പർ ഓഫ് ഷോർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോങ്ങിനാണേലും ഫൈറ്റിനാണേലും എല്ലാത്തിനും ടോട്ടലി അതിന്റെ നരേറ്റീവ് സ്ട്രക്ചർ അങ്ങനെയാണ്. അതാണ് അതിന്റെ ഒരു അത്രയും ഷോർട്സുകൾ വരാൻ കാരണം.
ഓക്കെ. ഞാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സാർ പറയുന്നുണ്ട്, സാറ് ഈ ഒരു ജേർണി തുടങ്ങുന്ന സമയത്ത് ഐഡിയ ഇല്ല എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ ഇതൊക്കെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല. ഇന്നാണെങ്കിൽ ഗൂഗിളുണ്ട്, യൂട്യൂബ് ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അതായത് എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ പോകണം എന്ന് നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരാനും മേ ബി ആ കാലത്ത് ആൾക്കാർ കാണില്ല. പക്ഷേ ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ജേർണിയിൽ വരുമ്പോഴേക്കും യങ്സ്റ്റേഴ്സ് ഒത്തിരി ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് അറിയായിരിക്കും എന്താണെന്നുള്ളത്, അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ, അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തുമാത്രം വൈഡാണ് ഈ ഒരു എഡിറ്റർ ഫീൽഡിലാണെങ്കിലും സിനിമാറ്റോഗ്രഫി ഫീൽഡിലാണെങ്കിലും? ശരിക്ക് സിനിമാറ്റോഗ്രാഫർ ഒരു മൈൻഡ് പടം തുടങ്ങിയിട്ട് ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയ ശേഷം എഡിറ്റിംഗ് സെൻസ് വേണം. ഞാൻ എൻ്റെ അസിസ്റ്റൻ്റാണ് വരുന്ന എല്ലാവരുടെ അടുത്തും പറയും, ഓടി ചെന്നിട്ട് മോണിറ്റർ നോക്കരുതെന്ന്. നേക്കഡായി ജഡ്ജ് ചെയ്യണം. ഒരു ഇമേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്യാമറ ഇവിടെ വെച്ചിരുന്ന ക്യാമറവും വേറെ ഒരു സ്റ്റുഡിയോയിൽ കാണുന്ന ക്യാമറ ടു ക്യാമറ നമ്മളെ പോലെ ക്യാരക്ടർ വ്യത്യാസമുണ്ട്. സോ ഈ ക്യാമറയിൽ വരുന്നത് മാത്രമല്ല മോണിറ്ററിൽ വരുന്നതിൽ വ്യത്യാസമുണ്ട്. പല മോണിറ്ററും നമ്മുടെ വീട്ടിൽ ടി വി ഉള്ളതിന് അടുത്ത വീട്ടിൽ പോയ വേറെ ക്വാളിറ്റിയാണ്. സോ അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. യുവർ മൈൻഡ് ഷുഡ് ബി ജഡ്ജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, ഒന്ന് റഷ് വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ വിളിക്കുന്ന എഡിറ്റേഴ്സ് ആയിരിക്കും. എങ്ങനെ ഉണ്ട് എന്ന് സോഫ്റ്റായിട്ട് ചോദിക്കും. കാരണം അവർക്ക് പെട്ടെന്ന് നമ്മുടെ മിസ്റ്റേക്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെസ്സിൽ ഷൂട്ട് ചെയ്യുന്നില്ല എല്ലാ പടങ്ങളും. മലയാള ഫിലിംസ് എല്ലാം ഇന്ന് പോലെ റിലാക്സ് ചെയ്യാൻ പറ്റില്ല. 50 days ടാർഗറ്റ് ഉണ്ട്, 60th day റിലീസ് ഉണ്ട്. എല്ലാ ഫിലിമും മോസ്റ്റ്ലി 75th day റിലീസ് എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്, എക്സെപ്റ്റ് 1 or 2 ഡയറക്ടേഴ്സ്. അപ്പോൾ ടാർഗറ്റ് ഉണ്ട്, റിലീസിങ് ഡേറ്റ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചെയ്ത് പക്കായി എല്ലാവരും ഹാപ്പി ആയ ശേഷം മാത്രം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചോട്ടമമ്മി പോലെ ഒരു പടം ചെയ്യുമ്പോൾ ബാക്കി പടങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇത് ഉദ്ദേശിച്ചു, അത് ഉദ്ദേശിച്ചു, അത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ചെയ്യാം. സ്റ്റിൽ ഫോട്ടോഗ്രാഫ്. ചോട്ടമമ്മി ക്യാമറ നിന്നിട്ടില്ലല്ലോ. ക്യാമറ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കട്ട് ചെയ്യും എഡിറ്റർ, എവിടെ നിൽക്കും, എവിടെ ഫോക്കസ് ഔട്ടായിരിക്കും ഒന്നും അറിയില്ല. ഈ എഡിറ്റിംഗ് സെൻസ് ക്യാമറമാൻ കുറച്ച് ഉണ്ടാക്കണം, അതിൻ്റെ സെൻസിൽ പറയുന്ന പോലെ. അതേപോലെ ലൈറ്റിംഗ് ഇംപ്രൂവൈസേഷനും സ്മാർട്ടിൽ തന്നെ ചെയ്യണം. പിന്നെ പോസ്റ്റിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരുപാട് ഔട്ട്ഡോറാണ്. ഔട്ട്ഡോർ മാക്സിമം ഔട്ട്ഡോർ. ആ പടം കാണുമ്പോൾ അറിയാം ഈ ഒരുപാട് വേരിയേഷൻ ഉണ്ട്, ലൈറ്റ് വേരിയേഷൻ. സൺലൈറ്റ് ഇങ്ങോട്ട് 3 മണിക്ക് നമ്മൾ ചെയ്യുന്ന ക്ലോസപ്പ് ചിലപ്പം വൈകിട്ട് 5 മണിക്കായിരിക്കാം. 5 മണിക്ക് എടുക്കുന്ന ഷോട്ടിൻ്റെ മാച്ചിങ് ഷോട്ട് 8 മണിക്കായിരിക്കും, ഏർലി മോർണിംഗ് എടുത്ത് കാണാം. സോ ഇതിൻ്റെ ലൈറ്റിംഗ് കണ്ടീഷൻ മാച്ച് ചെയ്യണം. അപ്പോൾ അവിടെയാണ് ഒരു എഡിറ്ററുടെ കോൺട്രിബ്യൂഷൻ വേണം, ഇത് മാച്ച് ചെയ്ത് കട്ട് ചെയ്യാൻ. അടുത്തടുത്ത ഷോട്ടുകൾ, റോങ് ഷോട്ടുകൾ 2 ഇട്ട് കഴിഞ്ഞാൽ പടം കാണുമ്പോൾ സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. ചോട്ടമ്മ ഇപ്പം കണ്ടു നോക്കുക, തിയേറ്ററിൽ പോയി ഒരിക്കലും ആ ഒരു ലൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ ദ പാറ്റേൺ ഓഫ് എഡിറ്റിംഗ് ആണ്. അതിൽ നമ്മൾ ഡെഫിനറ്റ് ഐ ഷുഡ് താങ്ക് ദ ഡയറക്ടർ. ആൻഡ് എവിടെയൊക്കെ വീക്ക് പോയിന്റ് ഉണ്ടോ എഡിറ്ററും അവരും ചേർന്നിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ മിസ്റ്റേക്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഒരു ക്രിയേറ്റീവ് ഫിലിമായിട്ട് മാറ്റി തന്നെ ഇവരുടെ. സോ പിന്നെ ജനറേഷൻ മാറിയപ്പം, പല ടെക്നോളജി മാറിയപ്പം ഇപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടി, അതുകൊണ്ട് ലേസിനെസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്ത് പഠിക്കുന്നതും പഠിച്ചിട്ട് ചെയ്യുന്നതിനുള്ള വ്യത്യാസമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ട് ചെയ്താണ്. ഇപ്പോൾ ജനറേഷൻ പലരും ചെയ്ത് പഠിക്കുന്നു. അപ്പം രണ്ടും റിസൾട്ട് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പലതും. പക്ഷെ ചെയ്ത് പഠിക്കുമ്പോൾ എന്താണെങ്കിൽ ചെയ്തിട്ട് ഓക്കെ അല്ല, ഒന്നുകൂടെ പോവാ എന്ന് പറയുന്ന സംഭവം അന്നും ഉണ്ടായില്ല. രണ്ടാമത് ഒരു സിനിമാറ്റോഗ്രാഫർക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എനിക്ക് വേണ്ടി ഒരു ഷോട്ട് ഞാൻ രണ്ടാമത് ചോദിച്ചിട്ടില്ല. അത് സന്ദ്രോത്സവത്തിൽ മാത്രം ഒരു മേജർ ഷോട്ട് എടുത്തപ്പം ലാൽ സാറിൻ്റെ ഒരു മിസ്റ്റേക്ക് എൻ്റെ സൈഡിൽ നിന്ന്, എൻ്റെ അസിസ്റ്റന്റ് സൈഡിൽ നിന്ന് വന്ന്. ലാൽ സാർ എവിടെ ഇരുന്നും കട്ട് പറഞ്ഞുകൊണ്ട് ഉടനെ ക്യാമറമാന് സിനിമാറ്റോഗ്രാഫറെ നോക്കും. ആരെ നോക്കും മുമ്പ് സിനിമാറ്റോഗ്രാഫർ. നമ്മുടെ ചുണ്ടിൽ വരുന്ന എക്സ്പ്രഷൻ പുള്ളിക്ക് ആഡ് ചെയ്യാം. ഇത് അനങ്ങുന്നത് പുള്ളിക്ക് അറിയാൻ പറ്റും, അത്ര ഷാർപ്പാണ്. അത് നമുക്കാക്കുണ്ട്. കട്ട് പറഞ്ഞിട്ട് നമ്മൾ കണ്ണ് ഐപീസിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ അവർ നോക്കിയിട്ട് ശരിയായില്ലേ ചോദിക്കും. ശരിയായില്ലേ, 2 മോഡുലേഷനിൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഇത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് പഠിച്ചിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് അതിനെ പറ്റിയിട്ട്? ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഫിലിം ടൈഗർ എന്ന് പറഞ്ഞ ഫിലിമാണ് ഷാജി സാറിൻ്റെ കൂടെ. അന്ന് ആ ടൈമിൽ നമുക്ക് ഈ എന്താ പറയുന്നത്, ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഫിലിമിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അത് ഫിലിമിൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ. ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഇത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ഞാൻ അങ്ങനെ എഡിറ്റർ ആവുന്നു.
അപ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെ എന്താണ് അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സ്, അത് നമുക്ക് പറഞ്ഞു തരാൻ ഒരാളില്ല. അപ്പം അത് സാറിന് സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ സാർ എനിക്ക് ഓരോ സെക്ഷനിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു തരും. അല്ല അങ്ങനെ ആണ് എനിക്കത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ പഠിക്കാനായിട്ട്, നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് ഇപ്പം യൂട്യൂബിന്റെ ആവശ്യമില്ല ആ ടൈമിൽ. നമ്മളെ അങ്ങനെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു, ഇതെങ്ങനെ ഇതായിരിക്കും, അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. അപ്പം വന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഇതിന്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എക്സ്പീരിയൻസ് വഴി മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യത്തെ ഫിലിംസ് ഒക്കെ ചില എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെ വർക്കുകളും കാണുമ്പോൾ ഞാൻ അയ്യോ അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നല്ലോ എന്ന് ഇപ്പോഴും ആലോചിക്കും. പക്ഷെ അത് അന്ന് അത്രേ പറ്റുള്ളൂ. കാരണം അത് നമ്മളത് മോൾഡ് ചെയ്ത് വരുവാണല്ലോ. നമ്മളൊരു ഒരു എന്താ പറയുക ഒരു പ്രോസസ്സ് ഇതിലൊരു മാസ്റ്ററി എടുക്കുമ്പം അതിന് ടൈം എടുക്കും. ആ ടൈം ഇപ്പം അത് എന്താ പറയുന്നത്, ഇപ്പം ഇത്രയും വർഷം ആയതുകൊണ്ട് നമുക്കതിലേക്ക് എത്താൻ പറ്റും. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ആക്ച്വലി നമുക്കത് സുഖമായിട്ട് അത് ചെയ്യാം. ഇപ്പം ഒരുപാട് നന്നായിട്ട് ചെയ്യുന്ന എഡിറ്റേഴ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. എങ്കിലും അത് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കൂടുതലുണ്ട്. ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കൂടുതലുണ്ട്. പിന്നെ ചില സാറ് പറഞ്ഞ പോലെ എൻ്റെ ചില ഫാക്ട്സ് ഉണ്ടല്ലോ സിനിമയിലെ ഒരു എന്താ പറയുന്നത്, ഒരു ഫിലിം റിലീസ് ആകുന്നതിന് മുമ്പ് അതിൻ്റെതായ ചില ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പടം കാണണം എന്ന് പറയുന്നത്. ഇപ്പം ചില മൂവീസൊക്കെ ചില 100 ടൈംസ് ഒക്കെ കാണുന്നവരുണ്ട്. അത്രയും കണ്ട് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് വരുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു പേഷ്യൻസ് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടൂളും ടെക്നിക്കലി ഉള്ള സാധനങ്ങളെല്ലാം സെക്കൻഡറി ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസിക് പ്രോസസ്സ് നമ്മൾ ഇതിന്റെ ഒരു ഫിലിം വർക്ക് ആവുന്നുണ്ടോ, അതിന്റെ പേസിങ് കറക്റ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഏത് ഏരിയ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ടോട്ടാലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. അപ്പൊ അതാണ് ആക്ച്വലി നമ്മൾ പുതിയതായിട്ടുള്ള ആൾക്കാർ എടുക്കേണ്ട സ്കില്ല്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. ശരിയല്ലേ സാർ? ഇതില് ഒരു പാർട്ട് ഈ ഒരു ബൈക്ക് ചേസിങ് സീനുണ്ട്. അന്ന് ഫെസിലിറ്റി 2 ക്യാമറയേ ഉള്ളൂ. ഒരു സ്റ്റാൻഡ് ബൈ ക്യാമറ, ഒരു മെയിൻ ക്യാമറ. ഒരു ക്യാമറ വെച്ചിട്ട് ചെയ്തെന്ന് പറയാം. പക്ഷെ അന്ന് നമുക്ക് ഇത്ര ഒരു ടെക്നോളജി കൂടെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതെ കൊണ്ട് ഉള്ളത് വെച്ച് ഹാപ്പി ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എഡിറ്റിംഗ് തിയേറ്ററിൽ കണ്ടപ്പോൾ അതിനൊരു എഡിറ്റിംഗ് പാറ്റേണിൽ ആ ഒരു ഭയങ്കര ലൈവ്ലി പിക്ചർ, ആ ഒരു സ്കിഡായി വരുന്നത് റിയൽ ഷോട്ടാണ്. ഒരാള് സ്കിഡായി ബൈക്കിൽ സ്കിഡായി വരുന്നത് അത്ര റിയലിസ്റ്റിക് ആയിട്ട് ആ എഡിറ്റിംഗിൽ അത് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്ലോ മോഷനിൽ തന്നെ എഡിറ്റിംഗ് ടൈമിങ് കൊടുത്തിട്ടുണ്ട്. ഓഡിയൻസിക്ക് ആ ഹ്യൂമറിന്റെ ഇടയ്ക്ക് ഒരു ത്രില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എഡിറ്ററിന്റെ ബാലൻസിങ് ആണ്. മൊത്തം ഹ്യൂമർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ത്രില്ല് വന്നപ്പോൾ ആ ത്രില്ലിക്ക് വേണ്ടിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് എഡിറ്റിങ്ങിൽ. അത് ഒരു ബ്രില്യൻ്റ് ആയിരുന്നു. ഡോണിൻ്റെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ എഡിറ്റിംഗ്. എനിക്കൊന്ന് സാർ ഒത്തിരി രീതിയിൽ എഡിറ്റിങ്ങിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ സാറിനോട് ചോദിക്കുമ്പോഴും സാറിന്റെ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് അത് വെറുതെ പറയുന്നല്ല സാർ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. അപ്പം സാർ ഒത്തിരി രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു സീനിയറിന്റെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാറിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എല്ലാം അവരാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്. എല്ലാം പറയുന്നുണ്ട്. അതെ അതെ, മൊത്തത്തിൽ പറയുന്നുണ്ട്. ഒരു ചേഞ്ച് ഓവർ മലയാള സിനിമയിൽ ഭയങ്കര അത് സമ്മതിച്ചേ പറ്റും. ഇപ്പൊ എന്റേത് ചിലപ്പം സിനിമാറ്റോഗ്രാഫി ഇറങ്ങിയാൽ അത് പാറ്റേണിൽ തമിഴില് തെലുങ്കിലോ ചെയ്ത് കാണും. മലയാളത്തിൽ അങ്ങനെ ഒരു സിഗ്സാക് മൂവ്മെന്റോ ഒരു ഡാച്ച് മൂവ്മെന്റോ ചെയ്ത ഫുൾ ലെങ്ത് പടമില്ല. പക്ഷെ അതേപ്പറ്റി ആരും ബോറും പറഞ്ഞിട്ട് അതാണ് എൻ്റെ ഇപ്പൊ ഒരു ഹാപ്പിനെസ്. അന്ന് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ക്യാമറ ജിഗ് പോകുന്നത്. എല്ലാ പാട്ടിലെയും എല്ലാ സീനിലെയും കണ്ടു കഴിഞ്ഞാൽ ക്യാമറ ഡസൻ ഒരു വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ പോകുന്നു അതുപോലെയാണ് ക്യാമറ പോയിരിക്കുന്നത്. അപ്പൊ അത് ഇറിറ്റേറ്റ് ആവുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അത് ഇറിറ്റേറ്റ് ആയിട്ടില്ല ഇപ്രാവശ്യം. സോ അത് പലരും ചെയ്ത ടെക്നോളജിയെ ഞാൻ ഫുൾ ലെന്ത്. പക്ഷെ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ആ പടത്തിലെ മലയാള സിനിമകൾക്ക് ഒന്നും ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു പടത്തിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ സ്റ്റോറി അറിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ, ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴല്ല, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പ്രീ ജഡ്ജ്ഡ് ആയിട്ട് വെക്കാറുണ്ട്. അതായത് ഈ ഒരു പടത്തിൻ്റെ നേച്ചർ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് ആൾക്കാരിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ. ഓരോ പടത്തിലും ഒബ്വിയസ്ലി നമ്മൾ അതായിരിക്കും ഉദ്ദേശിക്കുക. പക്ഷേ ഓരോ പടത്തിലും ഇപ്പോൾ ഛോട്ടാ മുംബൈയുടെ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു? ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ഇത് ഇത്രയും ലെവലിൽ ഒരു സക്സസ് ആകും എന്നുള്ളത് രണ്ടുപേരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ?
സക്സസ് ആവുന്നതിനെ പറ്റി നമുക്കറിയില്ല. സക്സസ് ആവുന്നത് നമുക്ക് അറിയാനേ പറ്റില്ല. ഒരു പടം സക്സസ് ആവുന്ന ഫോട്ടോഗ്രാഫറായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത പടത്തിലെ ഏറ്റവും സക്സസ് പടം എന്ന് വിചാരിച്ചിരുന്നു. ഫോട്ടോഗ്രാഫർ ഏറ്റവും കഷ്ടപ്പെട്ടത് 6 മാസം കാട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ഓരോ ഷോട്ടിന് ഞാൻ പറഞ്ഞ പോലെ ഇത് ടെക്നോളജി കുറവായതുകൊണ്ട് എല്ലാം മാനുവലായി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അന്ന് 2006. ഒന്നാമത്തെ ഹയർ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാട്ടിൻ്റെ ഉള്ളിൽ ഷൂട്ടിംഗ് ആണ്. മോഹൻലാൽ സാർ പോലെ ഒരാളെ കിട്ടിയത് കൊണ്ടാണ് അത്രയ്ക്ക് റിയലിസ്റ്റിക് ഷോട്ട് കുറേ എടുത്തു. പക്ഷെ ഈ പടത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു പടം ആണെങ്കിലും ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടും എന്താ നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നത് എന്താ. ഈ പടത്തിൽ എനിക്ക് ജഡ്ജ്മെൻറ്റേ ഇല്ലായിരുന്നു. ഞാൻ ടോട്ടലി ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന പോലെ ടോട്ടലി ബ്ലൈൻഡായിരുന്നു പടം കഴിഞ്ഞിട്ട്. കാരണം എന്താ എനിക്ക് എങ്ങനെ ഉണ്ടാവും. അതിന് മുമ്പ് ചെയ്തപ്പോൾ ഒരേ കടൽ ക്ലാസിക്കൽ ഫിലിം ഗോവ ഫെസ്റ്റിവലിൽ എന്നെ ആദരിച്ച ഒരു പടമാണ്. എനിക്ക് എക്സ്പെക്റ്റേ ചെയ്തില്ല. ഞാൻ 28 ദിവസം ഒരേ റൂമിൽ ചെയ്ത ഒരു പടമാണ്. അത് എങ്ങനെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഫെസ്റ്റിവലിൽ അതിൻ്റെ ജൂറി ചെയർമാൻ വിളിച്ചിട്ട് ഇതിലൊരു സിനിമാറ്റോഗ്രാഫറെ ആദരിക്കണം പറഞ്ഞത് അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റേജിൽ വിളിച്ചതാണ്. ഫുള്ളായിട്ട് ഇന്ന് ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ അന്ന് ഞാൻ എൻജോയ് ചെയ്തില്ല. കാരണം പേടിയുണ്ടായിരുന്നു. അത് സക്സസ് ആകുമ്പോൾ പേടിയുണ്ട്. അടുത്ത പടം എന്ത് ചെയ്യുന്നു, അടുത്ത പടത്തിൽ ഹോംവർക്ക് ചെയ്യണമല്ലോ. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കില്ല. ഇപ്പം പടത്തിട്ട് ഓരോരോ പടം വരുമ്പോൾ അതിൻ്റെ ഹോംവർക്ക് ചെയ്താൽ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സാർ ആണെങ്കിലോ എങ്ങനെയാണ് ഈ പ്രീ ജഡ്ജ്മെന്റ് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ സാറിൻ്റെ മൈൻഡിൽ? അതോ ഇതിന്റെ ഔട്ട് എല്ലാം കഴിഞ്ഞ ആൾക്കാർ എന്താണ് പ്രേക്ഷകരുടെ ഒരു വ്യൂ പോയിന്റ് ആണോ സാർ മേജർ? ഫിലിം കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഒരു ഫസ്റ്റ് കോപ്പി കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് വർക്ക് ആവുമോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തിയേറ്ററിൽ വന്ന ഓഡിയൻസിന്റെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. അപ്പൊ ഏത് വർക്ക് ആവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രീജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും പ്രൊഫഷണൽ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെന്താണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഡയറക്ഷൻ വന്നിട്ട് സിനിമയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ഓരോരോ ടെക്നീഷ്യൻ്റെ മനസ്സിൽ ഡയറക്ടോറിയൽ സെൻസ് ഉണ്ടാവും. ലൈറ്റിംഗ് എസൻസ് ഉണ്ടാകും, ആർട്ട് എസൻസ് ആകും. എല്ലാവർക്കും ഒരു ഡെഫിനറ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാകും ഒരു ഡയറക്ടർ ആവണമെന്ന് മോഹമില്ലാതെ. അതുകൊണ്ടാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആക്ടേഴ്സ് പോലും ഡയറക്ഷൻ ചെയ്യുന്നത്. ലാൽ സാർ ചെയ്ത്, പൃഥ്വിരാജ് ചെയ്യുന്നത്, ഉണ്ണിമുകുന്ദൻ ചെയ്യാൻ പോകുന്നത്, എല്ലാവരുടെ മനസ്സിൽ വരുന്ന സംഭവം ഡയറക്ഷൻ. ഇത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഞാൻ ആഡ് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. സിനിമ ചെയ്യുന്നത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നറിയില്ല. പല ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യും. സിനിമാറ്റോഗ്രാഫറായിട്ട് മാത്രമല്ല, ആരുടെ ഏത് ഡയറക്ടർ, പുതിയ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ ആണെങ്കിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ പണി ഞാൻ ഏറ്റെടുക്കുന്ന പോലെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി അത് ചെയ്യാറുണ്ട്. അത് വെച്ച് ഒബ്സർവേഷനിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സല്യൂട്ടിൻ്റെ പടം ആദ്യം ചെയ്ത് 3 ക്യാരക്ടർ വെച്ചിട്ട്. അത് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്ത്, പിന്നെ അവാർഡിൽ വന്ന് ഫൈനൽ റൗണ്ടിൽ 5 ഫിലിംസ് സെലക്ട് ചെയ്തതിൽ ഒരു ഫിലിമായിരുന്നു. അത് ഭയങ്കര ഒരു 10 lakhs ചെയ്ത് അന്നത്തെ കാലത്തിൽ ചെയ്തൊരു പടമാണ്. പട്ടം പോലെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ സൈഡിൽ നടന്ന 2 കപ്പിളിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയാണ് അത് വെച്ചിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. എല്ലാത്തിനും പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെ പറഞ്ഞാണ് ഇത് സിനിമയ്ക്ക് കൂടെ ഇന്ന്. അപ്പം ഇത് ജസ്റ്റ് ഒരു ക്യാപ്ചറിങ് ആണ്. 2 ക്യാരക്ടറിൻ്റെ ഇന്നത്തെ യൂത്ത് 2012 IT ഫീൽഡ് വന്ന ശേഷമാണ് നമ്മുടെ യൂത്തിൻ്റെ കേരളത്തിലെ ചേഞ്ച് ഓർക്കുന്നത്. ഇൻഡിപെൻഡൻ്റ്, ഗേൾസ് ഇൻഡിപെൻഡൻ്റ് ആവുന്നതും ബോയ്സ് ഇൻഡിപെൻഡൻ്റ്, അല്ലെങ്കിൽ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ആളുകളാണ്. അപ്പോൾ ഉണ്ടായ ഒരു ട്രാൻസ്ഫർമേഷൻ അത് വെച്ചിട്ട് അങ്ങനെ ഒരു കഥ പറഞ്ഞപ്പം അങ്ങനെ ഒരു നിമിത്തത്തിൽ പിന്നെ അത് ഒരു മഴ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞത് കാരണം മഴ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു അഡിക്ഷനാണ്. അപ്പോൾ ആ മഴ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു സ്റ്റോറി ചെയ്തപ്പം ദുൽഖർ ആൾസോ ഇൻട്രസ്റ്റഡ് ഫോർ ദാറ്റ് സ്റ്റോറി അങ്ങനെ ചെയ്തു. ഇനിയുള്ളതെ പറ്റി ഇനി ചിന്തിച്ചില്ല. കുറേ സ്റ്റോറീസ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗ ഫാർ ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ, ഹൗ ഫാർ ഇറ്റ് ഈസ് ഡൺ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഡയറക്ഷൻ സർവ്വ പോലെ തന്നെ ഫിലിമുകളിലെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് ഒരു മൂവി എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇല്ലാത്തവർ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ ഇതാണ് ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോണറുകളുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പല ജോണേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഫിലിം ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ആ ടൈപ്പ് ഓഫ് മൂവി ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ കിട്ടിക്കാണില്ല, നമുക്കത് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നാറുണ്ട്. പുതിയ പ്രോജക്ട്സ് രണ്ടുപേരുടെയും എൻ്റെ ഒരു ഫിലിം ഇപ്പം റിലീസ് ആകാനായിട്ട് ഉണ്ട്.
ആക്ച്വലി ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം ഇന്ന് ഷെയർ ചെയ്തത്. കാരണം റീ റിലീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വന്നിരിക്കുന്നത് വരെ നിങ്ങളിപ്പോൾ ഒരു റീ റിലീസിന് വന്നിരുന്നിട്ട് ആ ഒരു പടത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒത്തിരി കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഷെയർ ചെയ്തേക്കുന്നത്. ഒത്തിരി ആ ഒരു കാലത്തിലെയും ഈ ഒരു കാലഘട്ടത്തിൻ്റെയും ഡിഫറൻസ് ഒത്തിരി നിങ്ങൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞു തന്നു. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. ആ സമയത്ത് നിങ്ങളുടെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഭയങ്കര രണ്ടുപേരും ഡൗൺ ടു എർത്ത് ആയിട്ടും, കാരണം എനിക്ക് ഈ ടെക്നിക്കൽ സൈഡിൻ്റെ വശമൊന്നും എനിക്ക് പേഴ്സണലി അത്ര അറിയുന്ന ഒരാളല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സാർ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയാണെങ്കിലും സാറിൻ്റെ അനുഭവം പറഞ്ഞാണെങ്കിലും വളരെയധികം വേറിട്ടതായിരുന്നു. താങ്ക് യു സോ മച്ച് രണ്ടുപേരോടും ഒത്തിരി നന്ദി. ഇനിയും ഞങ്ങൾക്ക് ഒത്തിരി പടങ്ങളിലൂടെ നിങ്ങളുടെ ആ കഴിവ് ഇനിയും ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. താങ്ക് യു സർ. പടങ്ങൾ ഞങ്ങൾക്ക് ലേണിംഗ് പ്രോസസ്സാണ്. ന്യൂ ടെക്നോളജി വരുന്നത്, ന്യൂ സിനിമാറ്റോഗ്രാഫേഴ്സ് വരുന്നത്, ന്യൂ എഡിറ്റേഴ്സ് വരുന്നത്, അവരിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.